ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു മീൻ കറിയാണ്. കേരമീൻ കൊണ്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മീൻ കറിയാണ്. ഞാൻ ഹസീന നാസർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ഈ മീൻ കറി വെക്കുന്നത്. മീൻ കറി വെക്കാൻ അറിയാത്തവർക്കും ബാച്ചിലേഴ്സിനുമൊക്കെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്. കുറുകിയ ചാറോടുകൂടി എണ്ണയെല്ലാം തെളിഞ്ഞിരിക്കുന്ന നല്ല രുചികരമായ ഈ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അര കിലോ കേരമീൻ്റെ കഷ്ണങ്ങൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. കറി വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ കുറച്ച് പൊടികളെല്ലാം നമുക്ക് ഒരു ബൗളിലേക്ക് എടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും. ഈ മുളക് പൊടിക്ക് കുറച്ച് എരിവുള്ളതുകൊണ്ട് ഞാൻ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടില്ലേ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നീണ്ടു പോകാതെ ഒരു തിക്ക് ഗ്രേവിയാക്കി എടുക്കാം. പൊടികളെല്ലാം വെള്ളത്തിൽ കുതിർന്നിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കറി വെക്കുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പും കളറും എല്ലാം കിട്ടും. ഇതുപോലെ പാത്രം ചരിക്കുമ്പോൾ താഴോട്ടെ ഒഴുകി പോകാത്ത രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഉള്ളിയും ഇഞ്ചിയും എല്ലാം വഴറ്റി വരുന്ന സമയം വരെ ഇതിവിടെ അടച്ചു വെക്കാം. ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കൂട്ടത്തിൽ അര ടീസ്പൂൺ ഉലുവായും കൂടി ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവായും പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളകും 10 കഷ്ണം ചുവന്നുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി നല്ലവണ്ണം മൂപ്പിക്കണ്ട. ഒന്ന് വാടി വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളിയുമെല്ലാം നല്ലവണ്ണം ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പിൻ്റെ പച്ച ടേസ്റ്റ് എല്ലാം മാറി എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ അരപ്പ് നല്ലവണ്ണം വഴന്ന് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന 3-4 കഷ്ണം കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം. കുടംപുളിയും ചേർത്ത് ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്ത ശേഷം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ചാറ് ഒത്തിരി കുറുകിയിരിക്കുന്നതിനാൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം തവിയുണ്ട ഒന്ന് ഇളക്കി കൊടുത്ത് ചാറിലേക്ക് മുങ്ങിക്കിടക്കുന്നത് പോലെ ആക്കി കൊടുക്കാം. ചട്ടി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അടപ്പ് മാറ്റി കറി ഒന്ന് ഇളക്കി കൊടുക്കണം. കറി കുറച്ചും കൂടി പറ്റി എണ്ണ തെളിഞ്ഞു വരാനുണ്ട്. ഈ സമയത്ത് ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. കുറച്ചും കൂടി ചാറ് പറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നിടം വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കറി ഇതുപോലെ ചാറെല്ലാം കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്.
വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. രുചികരവും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു മീൻ കറിയാണ് ഇത്. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.